നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് റബ്ബറിന്റെ പട്ടമരപ്പ് ₹1 പോലും ചെലവില്ലാതെ നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നൊരു ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും നമുക്ക് വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ എനിക്ക് അതിന്റെ കമന്റിന് മറുപടി തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച എല്ലാ കമന്റിനോടും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതിനോടൊപ്പം എൻ്റെ ഈ റബ്ബർ തോട്ടത്തിലെ ഞാൻ പട്ടമരപ്പ് മാറ്റിയെടുത്തതും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് 100% എങ്ങും പറയരുതെന്നാണ് പറയുന്നത്. എനിക്ക് 100% ഞാൻ പറഞ്ഞെങ്കിലും ഞാനൊരു 99% വരെയും നമുക്ക് പട്ടമരപ്പ് മാറ്റാമെന്ന് പറയുന്നു. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ 100% പറയരുതെന്നാണ് പൊതുവെയുള്ള ഇത്. അപ്പം 99% വരെ നമുക്ക് പട്ടമരപ്പ് മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറയുന്നു. 2 ദിവസം മുമ്പ് ചെയ്ത ആ പട്ടമരപ്പ് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, റെയിൻ ഗാർഡ് ഇട്ടിരിക്കുന്ന തോട്ടങ്ങൾ, ഷേഡിട്ട മരങ്ങൾക്ക് ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ എറിച്ചിലടിച്ച് ഈ പട്ട നനയുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ പട്ടമരപ്പിന് കാരണമാകാറുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഒരാൾ നമ്മളോട് കമന്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നത് തെറ്റാണ്. ചാറ്റമഴ നനഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പട്ടമരപ്പ് ഉണ്ടാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മളൊരു 100 പേര് മഴ നനഞ്ഞു കഴിഞ്ഞപ്പോൾ 100 പേർക്കും പനി പിടിക്കണമെന്നില്ല. അപ്പോൾ അത് ഈ 95 പേർക്കും പനി പിടിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു 3-4 പേർക്ക് പനി പിടിക്കും. അതേപോലെ ആയിരിക്കും നമ്മുടെ ഈ റബ്ബർ മരത്തിന് ഈ പട്ട നനയുമ്പോൾ ചിലപ്പം 100 മരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മരത്തിന് പട്ടമരപ്പ് വരും. അപ്പോൾ എല്ലാ മരത്തിനും വരണമെന്നല്ല അത് പറയുന്നത്. പക്ഷെ അതും ഒരു കാരണമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പട്ടമരപ്പ് എന്ന് പറഞ്ഞ ഒരു രോഗമല്ല. അത് നമ്മുടെ ഈ റബ്ബറിന്റെ പാൽക്കുഴലുകൾ അടഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ഈ പട്ടമരപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ആ പാൽക്കുഴൽ, നമ്മുടെ റബ്ബറിന് പാലില്ലാത്തൊരവസ്ഥ, നമ്മുടെ പാൽക്കുഴൽ അടഞ്ഞു പോകും. അതാണ് ഈ പട്ടമരപ്പ് എന്ന് പറയുന്നത്. പാൽക്കുഴൽ പല രീതിയിലും അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാരണമാണ് ഈ ചാറ്റമഴ പെയ്ത് അണുബാധ വന്ന് പാൽക്കുഴൽ അടഞ്ഞു പോകുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങൾ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞൊരു മരം നനഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൻ ഗാർഡ് ഇടാത്ത മരമായാലും നനഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഇച്ചിരി കനത്തിൽ ചീവി കളഞ്ഞ് അവിടെ നമ്മൾ ടാപ്പിംഗ് ചെയ്യണം. ടാപ്പിംഗ് 2 ദിവസം അടുപ്പിച്ച് ചെയ്ത് കൊടുത്ത് ആ പട്ട ചീവി കളയേണ്ടതാണ്. അപ്പോൾ അണുബാധ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. അടുത്ത കമന്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് റബ്ബർ മരം ടാപ്പിംഗ് തുടങ്ങി, തൈമരമാണ്, ടാപ്പിംഗ് തുടങ്ങി ഒരാഴ്ച ടാപ്പിംഗ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് പട്ടമരപ്പായി പോയി. അപ്പം ഞാൻ പറയുന്നത് തെറ്റാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചിലപ്പം ഈ പട്ടമരപ്പ് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പാൽക്കുഴൽ അടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ഒന്നും ടാപ്പിംഗ് ചെയ്യേണ്ട, ചിലപ്പോൾ ഒരു ദിവസം ടാപ്പിംഗ് ചെയ്താലും ചിലപ്പോൾ ഈ പാൽക്കുഴൽ പല കാരണങ്ങൾ കൊണ്ട് അടഞ്ഞു പോകാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും, ചിലപ്പം 2-3 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചിലപ്പം ചിലർക്ക് ആ മരത്തെ പട്ടമരപ്പ് ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയാണ്, ചില മരങ്ങളിൽ അങ്ങനെയാണ്. അടുത്തൊരാൾ നമ്മളോട് കമന്റിലൂടെ ചോദിച്ചു, മരത്തിന് ഏത് മരുന്നാണ് തേക്കണ്ടേന്ന്. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം പട്ടമരപ്പ് വന്ന മരത്തിന് 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഒന്ന് ടാപ്പിംഗ് നിർത്തിയിട്ടിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തെളിക്കണമെന്നും, പിന്നെ അല്ലെങ്കിൽ എന്നിട്ടും പാലായില്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് തെളിക്കണം. അല്ലെങ്കിലും എന്നിട്ടും പാലായില്ലെന്നുണ്ടെങ്കിൽ 2 വർഷം അവിടെ നമ്മൾ ടാപ്പിംഗ് നിർത്തിയിട്ടിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പാലുണ്ടോ എന്ന് തെളിച്ച് നോക്കുക. എന്നിട്ടും പാലില്ലെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് തേച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എത്തിപ്പോണാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ മരങ്ങളിൽ പാലിറക്കാൻ വേണ്ടിയിട്ട്. അപ്പം എത്തിപ്പോണ്ട പ്രത്യേകം എന്താണ്, എവിടെ പാലുണ്ടെങ്കിൽ ഇറങ്ങി വരുമെന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാൽക്കുഴൽ വല്ലതും അടഞ്ഞിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പാല് അങ്ങനെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറിക്കിട്ടും, ചിലതൊക്കെ മാറിക്കിട്ടും, അങ്ങനെയും തേച്ചിട്ട് മാറിക്കിട്ടാത്ത മരങ്ങളും ഉണ്ട്. അടുത്തൊരാൾ കമന്റിലൂടെ പറഞ്ഞത്, മരച്ചുപോയ മരം ഒരിക്കലും ശരിയായി വരത്തില്ലെന്ന്. പക്ഷെ അത് നമുക്ക് ശരിയായി വരാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ റെസ്റ്റിലൂടെ മാത്രമേ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആദ്യം 6 മാസം റെസ്റ്റ് കൊടുക്കുക, എന്നിട്ടും തെളിച്ച് നോക്കുക. അതിനുശേഷം ഒരു വർഷം നമ്മൾ റെസ്റ്റ് കൊടുക്കുക, എന്നിട്ടും ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് പാലില്ലെങ്കിൽ 2 വർഷം റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതേപോലെ മരുന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാലായി കിട്ടും. അപ്പം നമ്മൾ ഈ മരുന്ന് തേച്ചില്ലെങ്കിലും പകുതി മരങ്ങൾക്കും ഈ മരവിപ്പ് മാറി കിട്ടിയതായിട്ട് കാണുന്നു. അടുത്തൊരാൾ നമ്മളോട് കമന്റ് പറഞ്ഞ്, ഈ പട്ട മരച്ച മരം കൊടുവാള് വെച്ച് ചെത്തിയിട്ട് ഈ റബ്ബർ കോട്ട് തേക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പട്ടമരപ്പ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല. നമുക്കത് എങ്ങനെ ഈ റബ്ബർ കോട്ടൊക്കെ ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ റബ്ബർ കോട്ടൊക്കെ തേച്ചിറക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പ്രതിരോധ മാർഗമല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മഴ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പട്ട ചെത്തി കളയുന്ന സമയത്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പട്ട കേട് വന്ന് നമ്മളെ ചെത്തിക്കളയുമ്പോഴത്തേക്ക് നമുക്ക് ആ പട്ട കേട് വന്നിട്ട് ആ പട്ട പൂർണ്ണമായിട്ടും പോകുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പട്ട ചെത്തിക്കളഞ്ഞ് ഈ റബ്ബർ കോട്ട് ചെയ്യുന്നത് എനിക്കത്ര തൃപ്തികരമല്ല. ഞാൻ ചെയ്തിട്ട് എനിക്കതൊരു വിജയം കിട്ടിയില്ല.
പിന്നെ വേറൊരാൾ കമന്റിലൂടെ നമ്മളോട് പറഞ്ഞു ചുമ്മാ വലിച്ചു നീട്ടാതെ കാര്യം പറയാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അത് ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പം നമുക്കിത് നമ്മുടെ ഈ പട്ടമരപ്പ് വരാനുള്ള കാരണം അറിഞ്ഞെങ്കിൽ മാത്രമല്ല നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ഒരു വീഡിയോ കാണുമ്പോൾ അത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അടുത്തൊരു കമന്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ പട്ട മരച്ച മരം 3 മാസം ടാപ്പിംഗ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ പട്ടമരവപ്പ് മാറിക്കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ മിനിമം ഒരു 6 മാസമെങ്കിലും നമ്മൾ ടാപ്പിംഗ് നിർത്തിക്കിട്ടതിന് ശേഷം ഒന്ന് തെളിച്ച് നോക്കാം. ചിലപ്പം ചില മരത്തിനൊക്കെ ചിലപ്പോൾ ഒരു 25% മാറിക്കിട്ടും. ചിലപ്പം പിന്നെ അതിന് ശേഷം പാലായില്ലെന്നാണ് 1 വർഷം നിർത്തിയിടുമ്പോഴത്തേക്ക് പകുതി മരത്തേലും പാലായി കാണുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് 2 വർഷം വരെയൊക്കെ നോക്കാം. 2 വർഷമൊക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് പിന്നെ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പുറത്തൊരു പട്ട ഇട്ട് കൊടുക്കാം. പട്ട ഇട്ട് കൊടുത്തിട്ട് അവിടെ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ പിന്നെയും റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ല. റെസ്റ്റിലൂടെ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് പട്ട മരച്ചു പോയ മരം. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ പട്ട മരച്ചു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഇനി ഞാൻ ടാപ്പ് ചെയ്യുന്ന മരം കാണിക്കാം. അടുത്ത് കണ്ടില്ലേ, ഞാൻ വേനൽക്കാലങ്ങളിൽ വെട്ടുന്നത് ഇവിടാണ്, ഈ സൈഡാണ്. മഴക്കാലങ്ങളിൽ ഇപ്പുറത്തെ സൈഡാണ് വെട്ടുന്നത്. അപ്പുറം ഇപ്പുറം നമ്മൾ മാറിയും തിരിഞ്ഞാണ് ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പട്ടമരപ്പില്ല. എനിക്ക് ഇതിപ്പം ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 50 വർഷത്തിനടുത്തായ മരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ പട്ടമരപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വർഷം വെട്ടാൻ സാധിച്ചത്. അടുത്ത ഈ മരം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്തെ സൈഡ് വേനൽക്കാലത്തും വെട്ടും, അപ്പുറത്തെ സൈഡ് മഴ സമയത്തും വെട്ടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ തോട്ടങ്ങളിലെല്ലാ മരങ്ങളും ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.